ആരാണ് ഈ പുതിയ വീഞ്ഞും പുതിയ തോൽക്കുടവുമൊക്കെ? ഈശോ തന്നെയാണ് ഈ പുതിയ വീഞ്ഞ്. പഴയ നിയമ ചിന്തകൾ കൊണ്ട്, നിയമത്തിൻ്റെ കാർക്കശ്യമുള്ള രീതികളിൽ നിന്നുകൊണ്ട് ഈശോയെ മനസ്സിലാക്കാനാവില്ല. അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നൽകപ്പെട്ട ദാനമായ വിശ്വാസത്തിലൂടെ മാത്രമാണ് ഈശോ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അതാണ് പറഞ്ഞത്, പുതിയ തോൽക്കുടങ്ങളാണ് ഈ പുതിയ വീഞ്ഞിനെ. ഈശോയെ സ്വീകരിക്കാൻ, ഈശോയുടെ മൂല്യങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പുതിയൊരു മനസ്സിൻ്റെ നവീകരണത്തിലൂടെ മാത്രമേ ഈശോ സ്വീകരിക്കാൻ പറ്റൂ. അതിന് പരിശുദ്ധാത്മാവാണ് നമ്മളെ നവീകരിക്കുന്നത്. ഇതാ പുതിയ തോൽക്കുടങ്ങളിലേക്ക് ഈശോയുടെ പുതിയതായിട്ട് നിന്റെ ജീവിതത്തെ ഒന്ന് പരിവർത്തിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാമോ? അപ്പോൾ മനസ്സിലാവും ഈശോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഉപവാസത്തെക്കുറിച്ച് പറയുകയാണ് ഈശോ. ഉപവസിക്കണം, പക്ഷേ അത് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ വേണം ഈ ഉപവാസമെന്ന് കർത്താവ് സ്നേഹത്തോടെ അവരെ ഓർമ്മിപ്പിച്ചു, നിന്നെയും എന്നെയും. ആമേൻ.